ഹലോ എവരി വൺ, വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസി വേൾഡ്. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്ന ഒരു ടേസ്റ്റ് ഉള്ള ഒരു സ്പെഷ്യൽ ഡിഷ് എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു ഡിഷാണ്. അതായത് ബ്രെഡിൻ്റെ ഒക്കെ സെയിം ടേസ്റ്റിൽ ഓവനോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ദോശക്കല്ലിലോ ഒക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്. ഇത് രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് ആയിട്ടുള്ള എപ്പോൾ കഴിക്കാനായിട്ടാണെങ്കിലും ഒരു മുട്ടക്കറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റ് ആയിട്ട് ഉള്ള ഒരു ഡിഷാണ്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു 500 ഗ്രാം 1/2 കിലോ മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മൈദയുടെ സ്ഥാനത്ത് നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം, ഏത് വേണേലും എടുക്കാം. ടേസ്റ്റാണ്. നമ്മൾ ഇപ്പം വല്ലപ്പോഴും ഒക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് മൈദ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടി, അത് ഉപ്പിൻ്റെ ഒരു ഇതിനനുസരിച്ച് ചേർക്കുക, നിങ്ങളുടെ ഒരു പാകത്തിന് ചേർക്കുക. 1 ടീസ്പൂൺ ഉപ്പ് പൊടി ആദ്യമേ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണ് ബട്ടർ നമ്മൾ മെൽറ്റ് ചെയ്തതാണ് കേട്ടോ. മെൽറ്റ് ചെയ്തൊരു ചൂടോടെ വേണമെന്നില്ല, ഒരു എന്താ പറയുക, തണുത്ത് ഒഴിക്കാൻ പാടില്ല. മെൽറ്റ് ചെയ്ത് ബട്ടർ ഒഴിക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതൊക്കെ ഒത്തിരി ചേർക്കണ്ട, എന്നാലും ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടി ചേർക്കുന്നതാണ്. 1 ടേബിൾ സ്പൂണ് 1.5 ടേബിൾ സ്പൂൺ ആയി ചേർക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത്, നമുക്കിതിന് ചെറു ചൂടുള്ള പാലാണ് വേണ്ടത്. പാല് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് എന്ന് പറയുന്നത് ഈസിയാണ്. ഇത് ഇപ്പം ഞാൻ ബട്ടർ മിൽക്ക് തയ്യാറാക്കി വെച്ചേക്കുന്നതാണ്. അതായത് ഒരു അര കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ ഒഴിച്ചാലും ഒരു 1/2 ഗ്ലാസ് ഉണ്ട് കേട്ടോ. 1/2 ഗ്ലാസ് പാലിൽ നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കുക, അല്ലെങ്കിൽ വിനാഗിരി. നാരങ്ങാനീരാകുമ്പം അതായിരിക്കും നല്ലത്. നാരങ്ങാനീരൊഴിച്ച് ബട്ടർ മിൽക്ക് തയ്യാറാക്കി വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ചെറു ചൂട് വേണം കേട്ടോ. ചെറു ചൂടുള്ളതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലാണേലും ചെറു ചൂടുള്ളത് എടുക്കുക. ഇതിപ്പം ഇങ്ങനെ ബട്ടർ മിൽക്ക് ആക്കി ഒഴിക്കണം എന്നില്ല, പാലായാലും മതി. പക്ഷെ ഇതാകുമ്പോൾ കുറച്ചുകൂടി ആ ഒരു സോഫ്റ്റ്നെസ്സും ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് മിച്ചം പാല് എടുത്തിട്ടുണ്ട്. അത് ബട്ടർ മിൽക്ക് ആക്കിയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 ടീസ്പൂണ്, അത് 1/2 കിലോ മാവിന് 1.5 ടീസ്പൂണാണ് ഞാനിവിടെ ചേർക്കുന്നത് കേട്ടോ. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യണം. ഓക്കെ, അതിനിടയ്ക്ക് ഇത് ഇത്രയും മതിയാവും. പക്ഷെ ഞാൻ എൻ്റെ ഒരു സീക്രട്ട്, പലരും ചേർക്കാറുണ്ടാവുമായിരിക്കും, പക്ഷെ ബ്രെഡിനാണെങ്കിലും ഇതുപോലെ നമ്മളിപ്പോൾ ഫ്ലാറ്റ് ബ്രെഡാണ് ഉണ്ടാക്കുന്നത്, അപ്പം അതിനാണെങ്കിലും കുറച്ച് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് ഓപ്ഷണൽ മാത്രമാണ്, നിർബന്ധമൊന്നുമില്ല, ഇത്രയായാലും മതി. പക്ഷെ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓപ്ഷണൽ മാത്രമാണ്, വേണമെങ്കിൽ ചേർക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോകണം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറു ചൂടുള്ള വെള്ളം, ഇതുകൊണ്ട് നമുക്കിത് മുഴുവനായിട്ട് കുഴച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ചെറു ചൂടുള്ള വെള്ളം, ഒരിക്കലും തിളച്ച വെള്ളം ഒഴിക്കരുത്, എന്നാൽ തണുത്ത വെള്ളം ഒഴിക്കാൻ പാടില്ല. ചെറു ചൂടുവെള്ളം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അതൊഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് ചപ്പാത്തിയുടെയൊക്കെ മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ, അത്രയും ടൈറ്റ് ആയിട്ടല്ല, എന്നാൽ ചെറിയൊരു മയത്തോടു കൂടി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ ആ ഒഴിച്ചിരുന്ന് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാനിവിടെ ചെറു ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്പാച്ചില മാറ്റുകയാണ്. കൈകൊണ്ട് തന്നെ കുഴക്കണം, നല്ല വൃത്തിയായിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിക്കാവുള്ളൂ, വെള്ളം എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ച് കൊടുത്തേക്കരുത് കേട്ടോ. പിന്നെ മുട്ട ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ 1 മുട്ടയും കൂടെ ചേർക്കാം കേട്ടോ. അതും ഒരു ഓപ്ഷൻ മാത്രമാണ്, അത് വേണ്ടവർക്ക് ചേർക്കാം. ഞാനിപ്പോൾ മുട്ട ചേർക്കുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. അതായത് ഇപ്പോൾ ഈ ഒരു സോഫ്റ്റ്നെസ്സിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒലിവ് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. നമ്മളിപ്പോൾ സാധാരണക്കാർ ഉപയോഗിക്കുന്ന പോലെ വെളിച്ചെണ്ണയാണ് ശാലം ഉപയോഗിക്കുന്നത്. ഒന്ന് പുറത്ത് ഇങ്ങനെ എന്താ പറയുക, ഒന്ന് ഗ്രീസ് ചെയ്ത പോലെ ആയി കിട്ടാൻ വേണ്ടി ഒരു ശകലം ചേർത്തിട്ട് ഒന്നുകൂടെ നമ്മളിതൊന്ന് നന്നായിട്ട് കുഴയ്ക്കുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും ആയില്ല, ഇനിയാണ് ശരിക്കുമുള്ള കുഴയ്ക്കൽ വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ കുഴച്ച് വെച്ചേക്കുന്ന മാവിനെ ഞാനിങ്ങനെ നമ്മൾ എന്താ പറയുക, പ്ലാറ്റ്ഫോമിലോട്ടോ എങ്ങോട്ടാന്ന് വെച്ചാൽ വെച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു മാറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനിയാണ് നമ്മൾ ഇതിനെ നല്ല, ഇപ്പോൾ ബ്രെഡിൻ്റെ മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെയാണ് നമ്മളിങ്ങനെ എന്താ പറയുക, പ്രസ് ചെയ്ത് നല്ലതുപോലെ ഒരു 5 മിനിറ്റ് എങ്കിലും നല്ല സോഫ്റ്റ് ആവുന്നവരെ ഇങ്ങനെ മടക്കി കൊടുത്ത് ഫോൾഡ് ചെയ്ത് ഇത് കുഴച്ചെടുക്കണം കേട്ടോ. ഈ പറയുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിങ്ങനെ കുഴച്ച് കഴിയുമ്പോൾ നല്ല എന്താ പറയുക, റബ്ബർ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ആയി കിട്ടും. നമ്മുടെ കൈയുടെ ഇവിടം വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത്
നന്നായിട്ട് ഫോൾഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഇതുപോലെ കുഴച്ച് കഴിയുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുണ്ടോ, ഒരു വല്ലാത്തൊരു ടെക്സ്ചറിലേക്ക് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ഇതിനെ ഗ്രീസ് ചെയ്ത പാത്രത്തിലേക്ക് മാറ്റേണ്ടത്. ഇതുപോലെ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. 5 മിനിറ്റ് കണ്ടിന്യൂസ് ചെയ്യണം. അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുണ്ട് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളിതിനെ ഇങ്ങനെയൊന്ന് നന്നായിട്ട് ബോൾ പോലെ ആക്കി എടുത്തിട്ട് നമ്മൾ നേരത്തെ ആദ്യം കുഴച്ച പാത്രമില്ലേ, അതിൽ ശകലം എണ്ണ തടവണം കേട്ടോ. എണ്ണയോ ബട്ടറോ എന്നാന്ന് വെച്ചാൽ ഒന്ന് ശകലം ഒഴിച്ചു കൊടുത്തിട്ട്, കാരണം വെച്ചാൽ അത് എന്താ പറയുക, ഡബിൾ സൈസ് ആയി വരും. ആ സമയത്ത് സ്റ്റിക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഈ മാവിനെ നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഒന്ന് ബട്ടറോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ അല്ലാതെ സാധാരണ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിനെ നമ്മളൊരു തുണി വെച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ എണ്ണ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ ഇതിനെ ഇവിടെയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. കാരണം വെച്ചാൽ ഇതിപ്പോൾ ഡബിൾ സൈസ് ആയി വരും. ഏകദേശം ഒരു മണിക്കൂർ നമ്മൾ, അതൊരു ക്ലൈമറ്റിനനുസരിച്ചാണ് കേട്ടോ. ഇപ്പം നല്ല വേനൽക്കാലം നല്ല ചൂടും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റുമാണ് ചേർത്തേക്കുന്നത്. പെട്ടെന്നായി കിട്ടും. ഇപ്പം തണുപ്പൊക്കെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഇത് കുറച്ചേറെ സമയം വെക്കേണ്ടി വരും. ഇതിപ്പോൾ ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ഇത് ഡബിൾ സൈസ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇതിപ്പം ഒരു കോട്ടൺ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ക്ലിംഗ് റാപ്പ് ഇട്ടൊന്ന് കവർ ചെയ്യുന്നത് കേട്ടോ. അത് നമുക്ക് ക്ലിംഗ് റാപ്പ് ഇട്ട് വേണേലും കവർ ചെയ്യാം. അപ്പം ഇപ്പം ഇങ്ങനെ ഞാൻ ഒന്ന് കവർ ചെയ്ത്, അതായത് ഇങ്ങനെ നന്നായിട്ടങ്ങ് കവർ ചെയ്തിട്ട് വെക്കുകയാണ്. അതായത് ഇപ്പം നമ്മൾ പ്രൂഫിങ്ങിന് വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറായി കേട്ടോ. അപ്പോഴേക്കും നല്ലോണം എന്താ ഡബിൾ സൈസ് എന്ന് പറഞ്ഞാൽ ഡബിൾ സൈസിനേക്കാളും കുറച്ചുകൂടെ വലുതായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റിയിട്ട് ഇനി മാവിനെ ഒന്ന് വീണ്ടും റെഡിയാക്കി എടുക്കാം. ഇതുണ്ടോ, അത് ഉണ്ടോ, എയർ കയറി നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഇതിൽ നിന്ന് മാറ്റാം. ഇനിയിപ്പോൾ ഇതിനെ കുഴക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് ഈക്വൽ സൈസിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ അതിനിപ്പോൾ കുഴച്ച് വീണ്ടും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മളൊന്ന് ഈക്വൽ സൈസിൽ ഇനിയിപ്പോൾ ഇതിനെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരേ സൈസിൽ നമ്മളിതിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഉരുട്ടിയെടുക്കണം. അതിങ്ങനെ ഈ രീതിയിൽ അങ്ങോട്ട് ഇതാക്കിയാൽ നല്ല ഇതായിട്ട് ഉരുണ്ട് കിട്ടും. ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. എല്ലാം നമുക്കിങ്ങനെ ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് വേറെ പാടുകളോ ഒന്നും ഉണ്ടാവില്ല. അതെങ്ങനെയാണെന്ന് ഒന്നുകൂടെ ഞാൻ കാണിക്കാം. അപ്പം നമ്മൾ ഈ മാവിനെ ഇങ്ങനെ എടുക്കുന്നു. എന്നിട്ട് അതിനെ ഇങ്ങനെ നല്ല ഇതായിട്ടിരിക്കുന്ന മാവല്ലേ, അപ്പം ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ ഇത് ചെയ്ത് കൊടുക്കുക, ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് അവസാനം ഈ അടിയിൽ നിന്ന് ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് വരും കേട്ടോ. ഇതിപ്പോൾ നമ്മളെല്ലാത്തിനെയും ഉരുട്ടി ബോൾ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ ഓരോന്നിനെയും കുറച്ച് പൊടി തൂവി കൊടുത്തിട്ട് പരത്തിയെടുക്കാൻ വേണ്ടി പോവാണ്. പരത്തുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചപ്പാത്തിയുടെയൊക്കെ പോലെ നൈസായിട്ട് അങ്ങ് പരത്തി വിടരുത്. ഇത്തിരി കട്ടിയില്ല, അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ചെറുതായിട്ട് മാവ് ഒന്നിങ്ങനെ പൊടി മൈദാനെ ഇങ്ങനെ ഒന്ന് തൂവി കൊടുക്കുക. ഒത്തിരി വേണ്ട. എന്നിട്ട് പതുക്കെ, ഒരുപാട് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പതുക്കെ ഇതിനെ നമ്മൾ ഒന്ന് റൗണ്ട് ചെയ്ത്, അതിപ്പോൾ ഒത്തിരി വട്ടത്തിലും വേണ്ട, നോർമൽ വട്ടത്തിൽ നമ്മളിങ്ങനെ പരത്തിയെടുക്കുകയാണ്. ഇത് കണ്ടോ, അധികം പ്രഷർ ഒന്നും കൊടുക്കാതെ നമ്മളിത് ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമ്മളതിനെ പരത്തി എടുത്തേക്കുന്നത്. ഇനി വീണ്ടും ഇതിന് ഒരു അരമണിക്കൂർ നമ്മൾ പ്രൂഫിങ്ങിന് വേണ്ടി വെക്കും. അതായത് ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ പൊടി വെച്ച് പരത്തിയതായതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ വെച്ചിട്ട് പ്ലേറ്റിൽ, അല്ലെങ്കിൽ നമുക്ക് സ്ലാബ് വലുതാണ്, കിച്ചൺ സ്ലാബ് വലുതാണെങ്കിൽ അതിലിങ്ങനെ എല്ലാം കൂടെ പരത്തി വെച്ചിട്ട് ഒരു തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതിനെ ഒന്ന് കവർ ചെയ്ത് വെക്കണം. ഇതുപോലെ തന്നെ നമ്മൾ ഈ ഇരിക്കുന്ന എല്ലാത്തിനെയും പരത്തി വെക്കാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റിനെ പ്രൂഫ് ചെയ്യാനായിട്ട് വെക്കണം. ഓക്കെ, ഇത് കണ്ടോ, നമ്മൾ ആദ്യം പരത്തി വെച്ചത് അതേപോലെ ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇതിലും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എന്താ പറയുക, ദോശക്കല്ല് ചൂടാക്കിയോ തവ ചൂടാക്കിയോ നമുക്ക് ചുട്ടെടുക്കാം.
കല്ല് നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. പ്രസ് ചെയ്തൊന്നും എടുക്കരുത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു സൈഡിൽ, ആ സോഫ്റ്റ് ആയിട്ടുള്ള സൈഡിൽ എള്ള് തൂവി കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ, അത് നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല. കല്ല് നല്ലോണം ചൂടായിരിക്കുന്ന കാര്യം ഓർക്കണം, എങ്കിൽ മാത്രമേ നല്ല ബോൾ പോലെ ആയിട്ട് കിട്ടുള്ളൂ. നമ്മൾ 1-2 തവണ മറിച്ച് തിരിച്ചു വിട്ട് കൊടുക്കുമ്പോൾ അതങ്ങനെ ആയി കിട്ടും. ഇത് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എന്താണെന്ന് വെച്ചാൽ, എണ്ണ ഇപ്പം ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് എണ്ണ വേണേലും ഉപയോഗിക്കാം കേട്ടോ. അത് ഒന്ന് ഇങ്ങനെ ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കുക, ഒന്ന് തൂവി കൊടുക്കുക. എന്നിട്ട് നല്ല ചൂടിൽ തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കുക. നമുക്കപ്പോൾ ഇങ്ങനെ എല്ലാം ഒന്ന് ചുട്ടെടുക്കണം. ഇതിപ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുണ്ടോ, ബോൾ പോലെ പൊങ്ങി വരും. നല്ല ചൂട് വേണം കേട്ടോ, ചൂടിലാണ് അതിൻ്റെ ഇതിരിക്കുന്നത്. പ്രത്യേകം ഓർക്കണം, ചൂട് കുറച്ച് വെച്ച് കൊടുത്താൽ അത് കറക്റ്റായിട്ട് കിട്ടിയല്ല. ഇപ്പോൾ 2 ലെയർ പോലെ നമുക്കിങ്ങനെ പൊളിച്ചെടുക്കാവുന്ന പോലെ ആയി കിട്ടും. ഇതിപ്പോൾ നമ്മൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുമാണ്. ഇതിപ്പോൾ കറി ഇല്ലാണ്ട് കഴിക്കാം, പിന്നെ ചിക്കൻ കറിയോ മുട്ടക്കറിയോ അങ്ങനെയുള്ള ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. ഇത് അതുപോലെ തന്നെ ഇതുണ്ടോ, നല്ല ബ്രെഡ് പോലെ തന്നെ ഉള്ളിൽ വന്നേക്കുന്നതുണ്ടോ. ഇങ്ങനെ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടാവും. ഒത്തിരി സമയമൊന്നും വേണ്ട, നമ്മൾ റെസ്റ്റിന് വയ്ക്കുന്ന സമയം. അതിപ്പോൾ നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും അത് ഡബിൾ സൈസ് ആയിട്ട് ഇരിപ്പുണ്ടാവും. അപ്പോൾ തന്നെ പിന്നെ ഒരു 1/2 മണിക്കൂർ കൂടെ അങ്ങനെ വെക്കുന്ന ഒരു ഇതേ ഉള്ളൂ. പക്ഷെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്